ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ വത്തക്കല്ലേ, നമ്മൾ വത്തക്ക ഉള്ളിലത്തെ മാത്രം കഴിച്ച് കഴിഞ്ഞാൽ തൊലി കളയുകയാണല്ലോ ചെയ്യുക, പുറത്തത്തെ തോട്. അപ്പോൾ അത് വെറുതെ കളയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് നമ്മൾ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ തോടിൻ്റെ നമ്മൾ ഉള്ളിലത്തെ ആ ചുവത്ത ഭാഗം ഫുള്ളായിട്ട് വരണ്ടി കളഞ്ഞ് പുറത്തത്തെ ആ തൊലിയൊന്നും ഉണ്ടാവില്ലേ, അതും കൂടി വരണ്ടി കഴിഞ്ഞിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കുക. എന്നിട്ടൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എടുത്ത ഈ തോടില്ലേ നുറുക്കിയെടുത്തത് 2 കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വേണം തീ ഓണാക്കാൻ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചേക്കാം. തീ കുറച്ചൊക്കെ ഒന്നും വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ അവിടെ ഇട്ടാൽ മതി. എന്നിട്ട് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റായതിന് ശേഷം അതൊന്ന് വറ്റി വരും. ആ ടൈമിൽ തീ ഓഫാക്കിയാൽ മതി. ഇപ്പോൾ നമ്മളത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് 3 പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ 3 കളർ ഒഴിക്കാൻ വേണ്ടിയിട്ട് 3 ചെറിയ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ഉണ്ടാക്കട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള കളർ വെച്ചുകൊണ്ട് 3 കളറോ 2 കളറോ ഒക്കെ ഉണ്ടാക്കിയാൽ മതി. കളറ് ചേർത്തതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റൊക്കെ അങ്ങനെ വെക്കുക. അതിന് ശേഷം നമ്മൾ അതിൽ പഞ്ചസാരൻ്റെ നീരുണ്ടെങ്കിൽ, വെള്ളം പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഊറ്റിക്കളയാൻ വേണ്ടിയിട്ട് നമ്മളൊരു അരിപ്പയിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അതിൽ വെള്ളമുള്ളത് അങ്ങനെ ഊർന്ന് പെയ്ക്കോളും. എന്നിട്ട് നമ്മൾ ഇത് ഞാനൊരു ബട്ടർ പേപ്പറിലേക്കാണ് ഇത് പരത്തി കൊടുക്കുന്നത്. ഇതൊന്ന് ഉണങ്ങി വരണം നമുക്ക്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാച്ചാൽ നമ്മൾ വലിയ ട്രൈ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് പഞ്ചസാര വെതറി കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ പരത്തി വെച്ച് കൊടുത്താൽ മതി. നല്ലോണം ഉണങ്ങിയതിന് ശേഷം, നല്ലോണം ഡ്രൈ ആയതിന് ശേഷം നമ്മൾ അതിന്ന് എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ പേപ്പറിൽ നിന്ന് എടുത്ത ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഞാൻ ഒന്നങ്ങനെ മിക്സ് ആക്കി വെച്ചു. അപ്പോൾ അതാ കാണാൻ തന്നെ നല്ല ഭംഗിയില്ല. ഇപ്പോൾ 2 കപ്പ് ഉണ്ടാക്കിങ്ങാണ്ട് നമ്മൾ ഉണങ്ങി വന്നപ്പോൾ ആകെ ഇത്രയേ ഉള്ളൂ. ഒരു 1/2 കപ്പ് 3/4 കപ്പിൽ അത്രയേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി വത്തക്കൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇനി ഇത് വെച്ചിട്ട് ഞാൻ ബെന്നും കേക്കൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് ഉണ്ട് അടുത്തതായിട്ട്. അപ്പോൾ അത് ഇടണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.